പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. അപ്പം അങ്ങേക്ക് സ്തോത്രം. അപ്പം അങ്ങേക്ക് സ്തോത്രം. അപ്പം യേശുവിന്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം. അങ്ങേക്ക് സ്തോത്രം. കർത്താവിന് മഹത്വം. യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അടിയനൊരു നല്ല സന്ദർഭത്തെ ഒരുക്കി തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ടും ഇങ്ങനെ ഒരു നല്ല സന്ദർഭം ദൈവം നമുക്ക് ദാനമായി തന്നു. നമുക്ക് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്താം. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു നല്ല അവസരത്തെ ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സംഭവബഹുലമായ ഒരു ലോകത്തിലായിരുന്നു നിങ്ങളും ഞാനും ഒക്കെ. എന്നാൽ ദൈവമായ കർത്താവ് നമ്മളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെ നമ്മെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു, നമ്മളെ വെടിവിച്ച് ആ വിധങ്ങൾ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. ആകയാൽ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടെ വചനത്തിന് മുൻപിൽ നിങ്ങൾ താണിരിക്കുക. കർത്താവ് ഇന്ന് വചനത്തിലൂടെ തന്നെ നിങ്ങളോട് ഇടപെടട്ടെ, നിങ്ങളോട് സംസാരിക്കുമാറാകട്ടെ എന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്കൊരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഇന്ന് രാവിലെ സമയം മുതൽ ഒരു ശാരീരികമായ ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. 2-3 ടൈം വോമിറ്റ് ആകുകയും ഒക്കെ ചെയ്തു. വളരെയധികം ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകളുണ്ട്. പാടുവാനുള്ള ശക്തി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദൈവം നടത്തട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ഈ പാട്ടിൻ്റെ സമയത്ത് തന്നെ വരാനുള്ളവരും കടന്നു വരട്ടെ എന്ന് നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ஆண்டவர் രക്ഷകരുമാകിய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம்மை போல வாழலாம் என்று நினைத்தவர்கள் எத்தனையோ பேர்கள் இந்த பூமியில் இருந்து அவர் மரணப்பட்டு போனார்கள். அநேகர் வியாதியின் மத்தியே வாழ்ந்து கொண்டிருக்கிறார்கள். தேவன் தாமே நம் ஆயிருந்த இடங்களில் கண்மணி போல பாதுகாத்து நம்மளை வழிநடத்தி கொண்டு வந்த தேவனுக்கு நன்றி செலுத்தலாமா? அவர் எவ்வளவோ நல்லவர். அவர் அற்புதத்தின் தேவனாக இருக்கிறார். பிரியமானவர்களே, ஹல்லேலூயா. நம்ம உற்சாகத்தோடு தேவனுடைய சமூகத்தில் காணப்படுவோமா? அவர் நம்மோடு கூட ஹல்லேலூயா நம்மோடு கூட பேசுகிற தேவனாக இருக்கிறார். பிரியமானவர்களே, நமக்கு யாவருக்கும் தெரிந்த ஒரு மலையாள பாடல், ஒரு பழைய ஒரு பாடல் ஒன்று நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. ஆமென். பிரைஸ் தி லார்ட். ഹല്ലേലൂയ. സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ ശ്രേഷ്ഠന്മാർ, നമ്മൾ സ്നേഹിക്കുന്നവർ, സ്നേഹിക്കപ്പെട്ടവർ, നമ്മൾ അറിയുന്നവർ, അറിയാത്തവർ, സമ്പന്നന്മാർ, ശ്രേഷ്ഠന്മാർ എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് അനേകർ മരണപ്പെട്ടു പോയില്ലേ ദൈവമക്കളെ? വളരെ ദുഃഖത്തോടു കൂടിയാണ് ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടും കണ്ടും കൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ പ്രിയരെ, നിങ്ങളെയും എന്നെയും കാത്തു സൂക്ഷിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ആരുടെയും മിടുക്കോ കഴിവോ ഒന്നും അല്ല. നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. പക്ഷേ അപ്പൻ്റെ ആ സ്നേഹം മാത്രമാണ്. ഇന്ന് നമുക്ക് വളരെയധികം കർത്താവിൻ്റെ സന്നിധിയിൽ
ഭയഭക്തിയോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. സ്വർഗീയ പിതാവ് നമ്മളോട് ഇടപെടട്ടെ. ഈ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസപ്രദമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാവുന്ന പഴയ ഗാനത്തിന്റെ ചിലടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ പറയാണ്, പാടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല, എങ്കിലും കർത്താവ് ഇടപെടട്ടെ. കർത്താവ് എനിക്ക് ആവശ്യമാണ് ബലം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രാവിലെ മുതൽ കിടപ്പ് തന്നെയായിരുന്നു. ഏകദേശം 1 മണിയുടെ അടുത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത് തന്നെ. ആഹാരം കഴിക്കുന്നു ഒക്കെ അതിനുശേഷമാണ്. അപ്പം അത്രമാത്രം എനിക്ക് ശാരീരിക ബുദ്ധിമുട്ട് ക്ഷീണമുണ്ട്. എങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കുക, ദൈവങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂരവേ അലമാരണം എന്നാർക്കറിയാം ലേശം ഇല്ലാ സമയങ്ങൾ. ദൂരവേ അലമാരണം എന്നാർക്കറിയാം ലേശം ഇല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ടമേ. കട്ടിലിൽ കിടക്കവെയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിലിൽ കിടക്കവെയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ. കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും. കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ടമേ. പ്രിയ ദൈവമക്കളെ, ഏത് നിമിഷവും മൃത്യു, ഏത് നിമിഷവും മരണം നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ അരുമനാഥൻ നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് തന്നിരിക്കുക, ചില ഉത്തരവാദിത്വങ്ങൾ നമുക്ക് തന്നിരിക്കുക. എൻ്റെ പ്രിയരെ, അതൊക്കെ നമ്മൾ ചെയ്തു തീർക്കുമ്പോൾ കർത്താവ് വിളിക്കും. അപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടെ അരുമനാഥൻ്റെ അരികിലേക്ക് പോകണം. അപ്പോൾ അത് വെള്ളത്തിൽ കൂടെ പോയാലും ശരി, നമ്മൾ കിടന്നുറങ്ങുന്ന സമയമാണെങ്കിലും ശരി, നമ്മുടെ യാത്രയിലാണെങ്കിലും ശരി, ഏത് നിമിഷവും അരുമനാഥൻ വിളിക്കുമ്പോൾ പോകണം. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടാവണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാവണം. അതുകൊണ്ട് എൻ്റെ ലാസ്റ്റ് സ്റ്റാൻസ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പാടി നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. കള്ള കേസിനു
ചൊല്ലും എപ്പോഴെന്റെ സോദര മൃത്യു വരുന്നവർക്കായിക്കിൽ എന്തു കഷ്ടമേ. എപ്പോഴെന്റെ സോദര മൃത്യു വരുന്നവർക്കായിക്കിൽ എന്തു കഷ്ടമേ. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ വൈകിയ വേളയിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്ന കർത്താവേ, സംഭവബഹുലമായ ഒരു ലോകത്തിൽ ഞങ്ങളായിരുന്നു അപ്പ. കർത്താവ് ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങളോർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിച്ചാട്ടെ. അല്പനിമിഷം തിരുവചനമായി അടിയൻ നിൽക്കുന്നു കർത്താവേ. ഇന്നത്തെ വചനത്തെ കർത്താവ് അനുഗ്രഹിച്ച് വാഴ്ത്തി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ കർത്താവ് ഒരുക്കണമേ അപ്പച്ച. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിച്ചാട്ടെ. കൃപയ്ക്കുള്ളിൽ അപ്പച്ച പൊതിയണം, രക്തത്താൽ കഴുകി മുത്തിരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപയ്ക്കുള്ളിൽ കർത്താവ് പൊതിയണം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. സകല നന്മകളാലും നിറയ്ക്കണം അപ്പച്ച. സകലത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, എൻ്റെ ശബ്ദം ക്ലിയർ ആണോ? ഇവിടെ മഴയുടെ ഒരു ചെറിയൊരു അന്തരീക്ഷമാണ്. അപ്പോൾ തന്നെ ഇവിടെ നെറ്റിൻ്റെ ഇഷ്യൂ ഇനിയും വരാൻ സാധ്യത കൂടുതലാണ്, കാരണം മഴയുണ്ട്. അതുകൊണ്ട് അപ്പം ദൈവമക്കൾ ഒരാളൊന്ന് കമൻറ്റ് ചെയ്യണേ, എൻ്റെ ശബ്ദം ക്ലിയർ ആണോ അല്ല എന്താണെന്നുള്ളത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വമപ്പ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഓക്കെയാണോ സഹോദരങ്ങളെ? ഒന്ന് പറയണേ. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരല്പ നിമിഷം വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവിനെ സഹായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ചില സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മെസ്സേജ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ആഴ്ചയിലും അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. കാരണം രാവിലെ മുതലേ ഞാൻ സിക്കായിരുന്നു. ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചു. എനിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രയാസ പ്രതികൂല മേഖലയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഒരുപാട് സമയം വോമിറ്റാകുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ മെസ്സേജ് കട്ട് ചെയ്താലോ എന്ന്. എൻ്റെ സഹോദരങ്ങൾ, അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, കഴിഞ്ഞ ആഴ്ചയിലും ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഈ ആഴ്ചയിലും കൂടെ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെസ്സേജ് എങ്ങനെയായാലും മെസ്സേജ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അഡ്മിൻ പാനലിൽ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഈ വിഷയം രാവിലെ പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടെ ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് എൻ്റെ അഡ്മിന്മാർ മാത്രമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, സത്യമാണ്. അവരെല്ലാവരും പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ എനിക്ക് എഴുന്നേൽക്കുവാനിടയായി. സ്വർഗം ഒരു വലിയ വിടുതൽ കർത്താവ് അയച്ചു തന്നു. വിടിവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാനിടയായി തീർന്നു. പ്രത്യേകിച്ച് മഴയുണ്ട്, പ്രകൃതി നമുക്ക് അനുകൂലമല്ല, അതൊരു കാര്യം. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷേ നാട്ടിലുള്ളവർക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ പോയെങ്കിലോ, കഴിഞ്ഞ ആഴ്ചയിലും സിസ്റ്റർ എന്തോ പറഞ്ഞപ്പോൾ ഈ ആഴ്ചയിൽ അതുപോലെ കാരണങ്ങൾ പറയുകയാണോ എന്ന് ചിന്തിച്ചെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അതും വിട്ടു. മഴ വന്നാലും ശരി, കാറ്റ് വന്നാലും ശരി, എന്ത് വന്നാലും ശരി എന്ന് വിചാരിച്ച് ഞാൻ പ്രസംഗിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പോഴും എൻ്റെ സഹോദരങ്ങൾ എന്നെ ബലപ്പെടുത്തി. അവരെന്നോട് പറഞ്ഞത്, കർത്താവ് നടത്തും, നിശ്ചയമായും പ്രസംഗിക്കാൻ കഴിയും, ആന്റി കയറിക്കോളം പറഞ്ഞു. അങ്ങനെയാണ് അവരുടെയൊക്കെ ധൈര്യമാണ് എന്നെ ഇവിടെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ മറ്റൊരു തടസ്സം ഉണ്ടായിരുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടയ്ക്കെന്തോ ഒരു ശബ്ദം ഉണ്ടല്ലേ, കുഴപ്പമില്ല, ചെറിയ ഡിസ്റ്റർബ് അത്രേ ഉള്ളൂ. ശരി, ഞാനത് നോക്കട്ടെ. പാസ്റ്റർ ഇപ്പൊ കറക്റ്റ് ആണോ? പാസ്റ്റർ ഇപ്പൊ എങ്ങനെയുണ്ട്? പാസ്റ്റർ ഇപ്പൊ എങ്ങനെയുണ്ട്?
ഭയങ്കര തടസ്സങ്ങളാണല്ലേ, ഒത്തിരി തടസ്സങ്ങളാണ്. ഓക്കെ ആണല്ലേ? ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പാപ്പൻ, അവരുടെ മമ്മിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. എൻ്റെ ഹസ്ബൻഡ് അപ്പം തന്നെ നാട്ടിലേക്ക് ഓക്കെ പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ തന്നെ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഞാനിവിടെ തന്നെ ആയിപ്പോയി. ഞാനിവിടെ ഇങ്ങനെ ആയിപ്പോയി. എങ്കിലും ഞാൻ അതിജീവിക്കാൻ, എല്ലാത്തിനും ഫേസ് ചെയ്യാൻ കർത്താവിൽ ഞാൻ ശരണപ്പെട്ടു. ദൈവം നടത്തും എന്നുള്ള ഒരു പ്രത്യാശ എന്നിലേക്ക് വന്നു. എൻ്റെ കൂട്ടു സഹോദരങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു വലിയ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥനയോട് കൂടെ വചനത്തിലേക്ക് കടക്കാം. സ്വർഗം സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോട് കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി വീണ്ടും ഞാൻ അറിയിക്കുന്നു. ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ അറിയിച്ചുകൊണ്ട് വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. സ്വർഗം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയരെ, ഇന്നൊരല്പ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദൈവിക പദ്ധതി ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതലിനെ ഒന്ന് തൊടുവാൻ പോലും പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവജനം ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവിക പദ്ധതിയെ ഒരിക്കലും താഴ്ത്തിക്കെട്ടാനോ ദുർബലപ്പെടുത്താനോ പിശാചിനെ അവന്റെ സന്തതിക്ക് ഒരിക്കലും സാധിക്കത്തില്ല എന്നത് നാം അറിയുക. പ്രിയ ദൈവജനം, പലപ്പോഴും ദൈവിക ആലോചനകൾ നാം പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ, അവിശ്വസിക്കുന്നവരാണ്. ഒരു ദൈവദാസനോ ഒരു ദൈവദാസിയോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ പിന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം അറിയോ, അങ്ങനെ നടക്കുമോ, നടക്കത്തില്ലയോ, ശരിയാണോ ഇല്ലയോ എന്നൊക്കെയുള്ള ചിന്താഗതികൾ. ആരെങ്കിലും പ്രാർത്ഥിച്ച് എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ അടുത്ത് ചോദിക്കും. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു, ഇങ്ങനെ പറഞ്ഞു, ദൈവദാസി പ്രസംഗിച്ചു, ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആലോചന പറഞ്ഞു, ഇത് നടക്കുമോ, ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. മനുഷ്യൻ മാറിയാലും ദൈവിക വാഗ്ദത്തങ്ങൾ മാറുകയില്ല എൻ്റെ പ്രിയരെ, അത് നിറവേറുക തന്നെ ചെയ്യും. അവൻ പറഞ്ഞാട്ടെ ദൈവജനമേ. ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 26-27 വാക്യങ്ങളെ വായിക്കാം. സർവഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു. സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ. സൈന്യങ്ങളെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നവൻ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആർ? പ്രിയമുള്ള ദൈവമക്കളെ, വേദപുസ്തകത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. അതേപോലെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പിശാചിനും നമ്മെ കുറിച്ച് ചില നിർണയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിശാചിന് നമ്മളെ കുറിച്ച് ചില നിർണയങ്ങളുണ്ട്, ചില ഉദ്ദേശങ്ങളുണ്ട്, ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിൽ ബലപ്പെടുമ്പോൾ, അവൻ ആത്മാവിൽ ബലപ്പെടുമ്പോൾ, അവൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയമായിരിക്കും പിശാച് നോട്ടമിടുന്നത്. ദൈവജനം അത് മനസ്സിലാക്കണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവിക നിർണയവും പൈശാചിക നിർണയവും ഉണ്ട് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രിയ ദൈവ പൈതലേ, മോശയെ കുറിച്ച് ദൈവത്തിന് ഒരു നിർണയം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും മോശയെ അറിയാം. മോശയെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതി അഥവാ ഒരു വലിയ പ്ലാൻ ദൈവത്തിന് ഉണ്ടായിരുന്നു. മോശ എന്ന ലേവ്യ സന്തതി ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി മാറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന ന്യായപ്രമാണ പുസ്തകം ഹല്ലേലൂയ എഴുതണം എന്നത് ദൈവിക പദ്ധതിയായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, 40 വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമി വഴിയായി മോശ വഴി നടത്തണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു നിർണയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇതായിരുന്നു മോശയെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതി. എന്നാൽ പിശാചിന്റെ പദ്ധതി എന്താണെന്ന് നാം തിരിച്ചറിയണ്ടേ. പിശാചിന്റെ പദ്ധതി അഥവാ പിശാചിന്റെ നിർണയം മോശയെ കുറിച്ചുള്ളത് മറ്റൊന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
മോശ ജനിക്കാൻ മുൻപേ ദൈവമക്കളെ മോശയെ കൊന്നുകളയണമെന്നുള്ളത് പിശാചിന്റെ പദ്ധതിയായിരുന്നു. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലണം, അഥവാ കൊന്നുകളയണം, കൂടെ മോശയെ കൂടെ കൊന്നുകളയണമെന്നുള്ളത് അത് പൈശാചിക പദ്ധതിയായിരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ശത്രുവായവൻ നിന്നെ കൊന്നു മുടിക്കുവാൻ പദ്ധതി ഇടുമ്പോൾ ദൈവിക നിർണയം മിസ്രൈമിലെ ഫറവോന്റെ മടിയിലും അവൻ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. മോശയെ കുറിച്ച് ഉള്ള ഒരു ദൈവിക നിർണയം എന്ന് പറയുന്നത് ഫറവോന്റെ മടിയിലും കൊട്ടാരത്തിലും വളരുക എന്നതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ തകർച്ച കാണുവാൻ ശത്രു കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ നിന്റെ മേൽ ഹല്ലേലൂയ, അതായത് ദൈവ പൈതലേ, നിന്നെ തകർക്കുവാൻ പിശാചാണവൻ തന്ത്രമിട്ട്, അതായത് ഓരോ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിൽ നീ ഒന്ന് അറിഞ്ഞുകൊള്ളണം, നിന്റെ മേൽ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നീയും ഞാനും ഒക്കെ ജീവനോടെ നിൽക്കുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാമാനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയരെ, ഹാമാൻ ഒരു കാര്യം നിർണയിച്ചു. എന്താണെന്നറിയാമോ? ഹാമാൻ നിർണയിച്ച കാര്യം 127 രാജ്യങ്ങളെ അടക്കി വാഴുന്ന അഹസ്വേരോസ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രമാണിയും പ്രസിദ്ധനുമായിരുന്ന ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം നിർണയിച്ചത് ഇങ്ങനെയാണ്: യഹൂദ ജനത്തെ മുഴുവനായി കൊന്നെടുക്കണം എന്നതായിരുന്നു. ഹല്ലേലൂയ. യഹൂദ പരിസയെ മുഴുവൻ എന്ത് ചെയ്യണം? ഈ ഭൂമുഖത്തൊന്നും ഹല്ലേലൂയ തുടച്ചു മാറ്റുക എന്നത് ഹാമാന്റെ വലിയൊരു പദ്ധതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷമായി എന്റെ പ്രിയരെ, പിന്നീട് ഹാമാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ലോകത്തിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഉയരമുള്ള ഒരു വലിയ കഴുമരം താൻ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വലിയ, അതായത് 60 മുഴം ഉയരമുള്ള വലിയ ഒരു കഴുമരം താൻ പണിതു തീർത്തു. എന്നിട്ട് ദൈവമക്കളെ, ഹല്ലേലൂയ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, പ്രാർത്ഥന മനുഷ്യനായ മൊർദെഖായിയെ ആമേൻ ആ കഴുമരത്തിൽ തൂക്കുവാനായി ഹാമാൻ പദ്ധതി ഇട്ടു. ഹല്ലേലൂയ. ഹാമാന്റെ പദ്ധതി അഥവാ ഹാമാന്റെ നിർണയമായിരുന്നു അത്. മാത്രമല്ല, പിന്നീട് താൻ ചെയ്തതോ, അഹസ്വേരോസ് രാജാവിന് ഏതാണ്ട് 10,000 താലന്ത് കൈക്കൂലി കൊടുത്ത രാജാവിന്റെ അധികാരം മുദ്രമോതിരം താൻ കൈപ്പറ്റി രേഖയും എഴുതിച്ചു. താൻ എന്താണ് എഴുതിച്ചെന്നറിയാമോ ദൈവമക്കളെ? അതായത് താൻ മുദ്രമോതിരം പതിപ്പിച്ചു 127 സംസ്ഥാനങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തി എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹൂദ ജനത്തെ മുഴുവനും ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുക എന്നതായിരുന്നു തന്റെ നിർണയം, ഹാമാന്റെ നിർണയം എന്നത് നാം അറിഞ്ഞുകൊള്ളണം. എന്നാൽ ദൈവിക നിർണയം എന്താണ് എന്റെ പ്രിയരെ? അത് നാം തിരിച്ചറിയണ്ടേ. ഹാമാൻ ഉണ്ടാക്കിയ കഴുമരത്തിൽ ഹാമാൻ തന്നെ ഹല്ലേലൂയ മരണമടയുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അവനെ തൂക്കിയിട്ട് ഹല്ലേലൂയ രാജാവിന്റെ രഥത്തിൽ അഥവാ കുതിരപ്പുറത്ത് മൊർദെഖായിയെ കയറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ രാജാവിന്റെ വസ്ത്രം മൊർദെഖായിയെ അണിയിച്ചു. ആമേൻ. രാജാവിന്റെ കിരീടം മൊർദെഖായിയെ വെപ്പിച്ചു. എന്നിട്ടോ ദൈവമക്കളെ, ആര് കഴുമരമുണ്ടാക്കിയോ അവനെ കൊണ്ട് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇങ്ങനെ ചെയ്യുമെന്ന് വിളിച്ചു പറയിപ്പിക്കുന്നത് ഒരു ദൈവ നിർണയമാണ്. മനസ്സിലായ ദൈവജനം ഇരിക്കുന്ന ഇടത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം ഒരു കാര്യം നിർണയിച്ചിരിക്കുന്നു എങ്കിൽ അത് ദുർബലപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല. നമുക്കറിയാം, ഏലിയാവിന്റെ ജീവിതത്തിൽ അവൻ ഏലിയാവിന്റെ മേൽ ഹല്ലേലൂയ ദൈവമക്കളെ ദൈവം ഒരു നിർണയം ഒരുക്കിയിരുന്നു. അതേപോലെ ഏലിയാവിന്റെ ജീവിതത്തിൽ പിശാചാണവൻ കൊണ്ടുവന്ന ഒരു നിർണയമുണ്ട്. നമുക്ക് ഏലിയാവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം. നമുക്കറിയാലോ ദൈവമക്കളെ, ഇസബേൽ എന്ന സ്ത്രീ ഒരു കാര്യം നിർണയിച്ചു. എന്താണ്
എന്താണെന്നറിയാമോ? പ്രാർത്ഥനാ വീരനായ ഏലിയാവിനെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തലവെട്ടി ശരീരം കഴുകന്മാർക്ക് തിന്നാൻ കൊടുത്ത് അസ്ഥികൾ ചിതറിക്കുമെന്ന് ഈ ഇസബേൽ നിർണയിച്ചു. പ്രിയരെ, ഈ വെല്ലുവിളി ഇസബേൽ ലോകത്തിന്റെ മുൻപിൽ പ്രസിദ്ധപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവിക നിർണയം എന്താണെന്ന് നാം ശ്രദ്ധിക്കണമേ. ഏലിയാവിനെ കൊണ്ട് ഹല്ലേലൂയ ഒരു രാജാവിനെ വാഴിക്കണമെന്നുള്ളത് ദൈവിക നിർണയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എലിശയെ പ്രവാചകനായി അഭിഷേകം ചെയ്യണമെന്നുള്ളത്, തന്റെ ശിഷ്യനായി മാറ്റണമെന്നുള്ളത് അത് ദൈവിക നിർണയമായിരുന്നു. നമുക്കറിയാം, ഗിൽഗാൽ, ഹല്ലേലൂയ, ബേഥേൽ, എരിഹോ, യോർദാൻ തുടങ്ങിയ ആ ദേശങ്ങളിലെല്ലാം തന്റെ ശിഷ്യൻ എലിശയുമായി പ്രയാണം ചെയ്യണമെന്നുള്ളതും ദൈവിക നിർണയമായിരുന്നു. ഏലിയാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നതും ദൈവിക പദ്ധതിയുടെ ഒരു തുടക്കമായിരുന്നു എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയരെ ദൈവിക നിർണയം എന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ അറിയാതെയാ ചില വ്യക്തികൾ ദൈവമക്കളോട് കുഞ്ഞു കളിക്കുന്നത്, ദൈവദാസന്മാരോട് കുഞ്ഞു കളിക്കുന്നത്. ചില ദൈവദാസന്മാരെ പള്ളും ഒക്കെ പറഞ്ഞ് എന്തെല്ലാം പറയാൻ വയ്യാത്ത വാക്കുകളാണ് ചില വ്യക്തികൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഭൂമിയിൽ നീ എന്തെല്ലാം ചെയ്താലും ദൈവത്തിന് നിന്റെ മേൽ ഒരു നിർണയമുണ്ട്. ദൈവത്തിന് നിന്റെ മേൽ ഒരു ദേശമുണ്ട്. ദൈവത്തിന് നിന്റെ മേൽ ഒരു വാഗ്ദത്തമുണ്ട്. ദൈവത്തിന് നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. അത് നടക്കുക തന്നെ ചെയ്യും. ദൈവം അത് തക്ക സമയത്ത് നിറവേറ്റുവാൻ കർത്താവ് മതിയായവനാണ്. ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഏലിയാവിനെ കൊന്നു കളയുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവിക പദ്ധതി തന്നെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞാട്ടെ. ദൈവജനമേ, നിനക്കെതിരായി, ആമേൻ, ദൈവസഭയ്ക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി, ഹല്ലേലൂയ, ഫറവോന്യ ശക്തികൾ, ആമാന്യ ശക്തികൾ, പൈശാചിക ശക്തികൾ നിന്നെ കൊന്നു മുടിക്കുമെന്ന്, നിന്റെ ശരീര കഴുകന്മാർക്ക് വിട്ടുകൊടുക്കുമെന്ന്, നിന്റെ അസ്ഥികൾ ചിതറടിക്കുമെന്ന്, ഹല്ലേലൂയ, വെല്ലുവിളിക്കുമ്പോഴും നീ അധൈര്യപ്പെട്ടു പോകരുത്. സഹോദരാ, നീ അധൈര്യപ്പെട്ടു പോകരുത്. സഹോദരി, നീ അധൈര്യപ്പെട്ടു പോകരുത്. നമ്മുടെ ദൈവം മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു? ദൈവിക നിർണയങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടേയിരിക്കും. നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്കറിയാം, 14 ലേഖനങ്ങൾ എഴുതിയ ധന്യനായ പൗലോസിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഈ പൗലോസിനെ കൊന്നിട്ടല്ലാതെ ജലപാനീയം പോലും കുടിക്കത്തില്ല എന്ന് ചിലർ വെല്ലുവിളിച്ച് നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ശക്തനായ ദൈവത്തിന്റെ അഭിഷിക്തനെ, ആമേൻ, ശുശ്രൂഷ പൂർത്തീകരിക്കാൻ മുമ്പേ, ലേഖനങ്ങൾ എഴുതി തീരുന്ന മുൻപേ, ദൈവിക പദ്ധതി പൂർത്തിയാക്കുന്നതിന് മുൻപേ നശിപ്പിച്ച് കളയാൻ ചില വ്യക്തി ജീവിതങ്ങൾ എഴുന്നേൽക്കുകയാ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവ പൈതലെ, 40 പേർ തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് റോമിൽ കൈസരുടെ മുൻപിൽ യേശു തന്നെ കർത്താവെന്ന് വിളിച്ചു പറയുവാൻ, ഓ ഗ്ലോറി, ഹല്ലേലൂയ, ദൈവം നിർണയിച്ചിരിക്കുന്നു എങ്കിൽ പിന്നെ എന്റെ പ്രിയരെ, സാഹചര്യങ്ങൾ നിനക്കെതിരാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ശക്തമായ ഈശാന മൂലൻ, ആമേൻ, ഹല്ലേലൂയ, തൊട്ട് സകല കാറ്റുകളും, ആമേൻ, നിനക്കെതിരായി വന്നു ഭവിക്കട്ടെ. സഹോദരനെ, സഹോദരിയെ, പടക് ഇടയട്ടെ, കപ്പൽ ഇടയട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, അധൈര്യപ്പെട്ടു പോകരുത്. ദൈവത്തിന് നിന്റെ മേൽ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നിന്റെ മേൽ, ഹല്ലേലൂയ, ഒരു വലിയ വാഗ്ദത്തം ഉണ്ട്. സഹോദര, ഉണ്ട്. സഹോദരി, അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ച് ഉയരുമ്പോൾ അത് കണ്ട് ഭയപ്പെട്ട് നിൽക്കുവാൻ അല്ല കർത്താവ് പറഞ്ഞിട്ടുള്ളത്. മുൻപോട്ട് പോ. ഹല്ലേലൂയ, മുൻപോട്ട് പോ. നീ പുറകിലേക്ക് വരുവാനല്ല. പ്രൈസ് ദി ലോർഡ്. പടകിന്റെ, ഹല്ലേലൂയ, കർത്താവ് പടകിനെ നിയന്ത്രിക്കുന്നവനാ. നാം എല്ലാവരും ഒരു വലിയ യാത്രയിലായി. എന്റെ പ്രിയരെ, ആ യാത്രയെ നിയന്ത്രിക്കുന്ന നമ്മുടെ കർത്താവ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ആ വാഗ്ദത്തം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. നമുക്കറിയാം, യാക്കോബിനെ ഇടർച്ചവാളാൽ കൊന്നു.
പ്രിയരെ, അതുപോലെ തന്നെ പത്രോസിനെ ഹാലലൂയ അറുത്തു കൊല്ലുവാൻ ഹേരോദാവ് പദ്ധതിയിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു. എന്നിട്ടോ 1, 2, 3 കാവലുകൾ ഇട്ട് പുറത്തു വലിയൊരു ഗേറ്റും ഇട്ട് പൂട്ടി എന്നാണ് ഹാലലൂയ നാം വചനത്തിലൂടെ വായിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, പക്ഷേ ആമേൻ, അവർ എത്ര ഗേറ്റ് പൂട്ടിയായെന്ന ഹാലലൂയ ഹേരോദാവ് അറിഞ്ഞില്ല. ഒരു സത്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു സഭ പത്രോസിന്റെ പുറകിലുണ്ടെന്ന്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, എത്ര വലിയ കഷ്ടതയുടെ നടുവിലായിരുന്നാലും, തീച്ചൂളയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോയിരുന്നാലും, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ അവിടെ നിനക്ക് ഹല്ലേലൂയ ഉയർന്ന് നിൽക്കുവാൻ സാധിക്കും. നീ താണു പോകുകയില്ല, നീ തകർന്നു പോകുകയില്ല. നിന്റെ നാശം കാണുവാൻ ആമേൻ ഹല്ലേലൂയ പിശാചാണവൻ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയോ, നീ തകർന്നു പോകുന്നത് കാണുവാൻ. പക്ഷേ ഹല്ലേലൂയ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത്ഭുതത്തിന്റെ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവം എത്ര നല്ല ദൈവമായി എന്റെ സഹോദരങ്ങളെ. ആ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ആമേൻ നാം ഓരോ ദിനവും ഓരോ നിമിഷവും നാം ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്നു എങ്കിൽ നിശ്ചയമായും നമ്മെ ദൈവം ഒരു ജീവനുള്ള ഒരു അത്ഭുതത്തിന്റെ പാത്രമാക്കി ദൈവം മാറ്റും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പത്രോസിനെ കാരാഗ്രഹത്തിൽ കൊണ്ട് അടച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ഒരു ഇരുമ്പ് ഗേറ്റും കൊണ്ടുവന്ന സ്ഥാപിച്ചു. ഒരിക്കലും പത്രോസ് വെളിയെ വരാൻ പാടില്ല. അവൻ ഹല്ലേലൂയ പത്രോസിനെ തലയെ ഛേദിക്കണം, അതെ പത്രോസിനെ കൊല ചെയ്യണം എന്നുള്ളത് ഹേരോദാവിന്റെ ഒരു വലിയ പദ്ധതിയാ. പക്ഷേ അത്യുന്നതന്റെ മറവിൽ ഇരുന്ന് കരയുന്ന ഒരു കൂട്ടം ജനങ്ങൾ അഥവാ ഒരു സഭ പത്രോസിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങി. ആമേൻ ഹല്ലേലൂയ. വചനം വായിക്കുന്നത് പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാ. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയൊരു പ്രതികൂലം നേരം എടുത്താൽ പത്രോസിന്റെ തല ഹല്ലേലൂയ വെട്ടും. എന്നാൽ പത്രോസും അധൈര്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാ ദൈവമക്കളെ? പ്രാർത്ഥന എന്ന ഒരു വലിയ കോട്ട മതിൽ പത്രോസ് സ്ഥാപിച്ചിട്ടുണ്ടാവും. പത്രോസിന്റെ പുറകിലുണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ. ഹല്ലേലൂയ. ഒന്നുകൊണ്ടും അധൈര്യപ്പെടേണ്ട. ഹല്ലേലൂയ. കർത്താവ് നിന്റെ വിഷയത്തിൽ ഇറങ്ങി വരുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ ഒന്നുമില്ല എന്റെ പ്രിയരെ. ദൈവത്തിന് സാധ്യമാണ് എല്ലാം. ആകയാൽ പ്രാർത്ഥന എന്ന കോട്ടയെ ഹല്ലേലൂയ ആ ഒരു കോട്ട മതിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും പറയാറുള്ള എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പ്രിയരെ, രാത്രിയുടെ യാമങ്ങളിൽ അവർ പാടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ പാർത്തിരുന്ന ഞങ്ങളുടെ ദേശത്ത് എൻ്റെ പ്രിയരെ, എൻ്റെ മാതാപിതാക്കളുടെ പാട്ട് കേട്ടുകൊണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങളായിരുന്ന ആ മണ്ഡലത്തിൽ ഉള്ള മക്കൾ എഴുന്നേൽക്കുന്നത് തന്നെ. പ്രാർത്ഥിക്കുമ്പോൾ പാടുമ്പോൾ അവർക്ക് എത്ര പാട്ടൊന്നും കണക്കില്ലാതെ അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ മാതാവിന്റെ പിതാവിന്റെയും മകളാണ് ഞാൻ. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, എത്ര വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു, ഒരുമിച്ചിരുന്ന് പാടുവാൻ കഴിയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞേ, പ്രാർത്ഥന ഇല്ലാതൊരു ജീവിതമെങ്കിൽ അത് നിന്റെ ജീവിത ചാത്തതിന് തുല്യമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയും അനുഗ്രഹവുമായി തീരും എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകെ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ പൈതലേ, ഇവിടെ പത്രോസിന്റെ പുറകിൽ ഒരു സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിലിരുന്ന നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ പത്രോസിന്റെ പുറകിലുണ്ടായിരുന്നു. പത്രോസിന്റെ ശിരസ് ഛേദിക്കുവാൻ കാത്തിരുന്ന ഹേരോദാവ് ഇത് സത്യം അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഇതാണ് ദൈവിക നിർണയം എന്ന് പറയുന്നത് തന്നെ. പ്രിയരെ, ദൈവത്തിന്റെ പദ്ധതി ഇവിടെ വെളിപ്പെടുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ ദൂതൻ പത്രോസിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. 1, 2, 3 കാവലുകൾ തുറന്ന് ചങ്ങലകളെ പൊട്ടിച്ച് പത്രോസിനെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു വലിയ ദൈവിക സാന്നിധ്യം അവിടെ കാണുവാൻ കഴിയുന്നു. എന്നെ കേട്ടാൽ ഞാൻ പറയും, പത്രോസ് ഉറക്കത്തില, പത്രോസ് സുഖനിദ്രയില്ല. പത്രോസിനോട് ദൂതൻ പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോൾ നടന്നെങ്കിൽ പോരുകയാ. അത് എന്താ ഏതാന്നൊന്നും പത്രോസിന് അറിയുന്നില്ല. കാരണം പത്രോസ് നല്ല ഉറക്കത്തില. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൂതൻ പത്രോസിനെ അതിന്റെ പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്തത്. ഇവിടെ ഹേരോദാവിന്റെ പദ്ധതി പൊളിഞ്ഞു എന്ന് വേണം പറയുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ വീഴ്ച കാണുവാൻ, നിന്റെ ജീവിതത്തിനകത്തുള്ള ശൂന്യതയെ കാണുവാൻ, നിന്റെ കുടുംബത്തില് അപമാനം കാണുവാൻ, പ്രിയ ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിനകത്തുള്ള പരാജയം കാണുവാൻ കാത്തിരിക്കുന്ന ചില പൈശാചിക മേഖലകളുണ്ട്. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ദൈവ പൈതലേ, നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിനക്ക് അടുത്തു വരുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവിക നിശ്ചയത്തെ അഥവാ ദൈവിക നിർണയത്തെ നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകം നമ്മെ നോക്കി എന്തെല്ലാം പറഞ്ഞാലും ആമേൻ, ഹല്ലേലൂയ, ചിലപ്പോൾ പറയുമായിരിക്കും, ഓ അവര് കൊള്ളരുതാത്തവനാണ്, അതൊരു കൊള്ളരുതാത്തവനാണ്, ആർക്കും വേണ്ടാത്തവൻ, ഭൂമിക്ക് ഭാരമായി കിടക്കുന്നു, വീട്ടിനകത്ത് അവനാകാത്തവൻ, അവൻ ഉണ്ടായ പിന്നെ ശാപം മുഴുവൻ എന്നൊക്കെ പറയുന്ന ഒരു ലോകത്തിലാ നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. പൗലോസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ അതായത് ഇങ്ങനെയാണ്, അവൻ മുൻനിർണയിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ നമുക്കറിയാം, ഹെരോദാവ് പ്ലാൻ ചെയ്തൊരു കാര്യമുണ്ട്. യേശുവിന്റെ പ്രായത്തിലുള്ള സകല കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണം? കൊന്നുകളയണം. ഹല്ലേലൂയ. എല്ലാ 2 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളെ, സകല ആൺകുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണം? കൊന്നു കളയണം. പ്രിയ ദൈവമക്കളെ, യേശുവിനെ കൊല്ലുവാൻ ഹെരോദാവിന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കൊല്ലുവാൻ ഹെരോദാവിന് കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയാമോ? 33.5 വയസ്സ്. ആമേൻ. 33.5 വയസ്സിൽ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ മൂന്നാടികളാൽ തറയ്ക്കപ്പെട്ടവനായി, മുൾക്കിരീടധാരിയായി, ചങ്കിലെ ചോര മുഴുവൻ ഊറ്റിത്തന്ന, ആമേൻ, ഹല്ലേലൂയ, മരിക്കാനാ ദൈവത്തിന്റെ നിർണയം. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. മാനവജാതിയെ രക്ഷിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഭൂമിയിൽ മരിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നിർണയം ഇതായിരുന്നു എങ്കിൽ ആമേൻ, ഹെരോദാവിന്റെ പദ്ധതി അവിടെ പൊളിയല്ലേ ചെയ്യുന്നത്. പ്രിയ ദൈവ പൈതലേ, ഹെരോദാവിന്റെ നിർണയം പാടെ പൊളിഞ്ഞു പോയി എന്ന് വേണം പറയുവാൻ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ ഭാരപ്പെടേണ്ട, നീ അധൈര്യപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. രാജാധികാരം കൊണ്ടോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ അവൻ, ഹല്ലേലൂയ, കുഞ്ഞേ, അവൻ എന്തും നിർണയിക്കട്ടെ. ആമേൻ. ദൈവിക നിർണയം മാത്രമേ ജയിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവിക നിർണയം മാത്രമേ ജയിക്കത്തുള്ളൂ. പിശാചാണ് അവൻ കൊണ്ടുവരുന്ന സകല പദ്ധതികളും അത് നിർവീര്യമായി പോകട്ടെ എന്ന് നമുക്ക് ശക്തമായി ഈ നാളുകളായി പ്രാർത്ഥിച്ചുണരാം ദൈവമക്കളെ. ഹല്ലേലൂയ. ദേശത്തിന്റെ നാനാഭാഗത്തും ഇരിക്കുന്ന ദൈവജനമേ, പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ വൈതലേ, വിശ്വാസത്തോട്, ഉറപ്പോടെ, പ്രത്യാശയോടെ ആമേൻ ഒന്ന് എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, ദുഷ്ട പിശാചേ, ആഭിചാരം ചെയ്യുകയോ മന്ത്രവാദം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നീ ചെയ്തു. ആമേൻ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? നീ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ അതിൽ ദൈവിക പ്രവൃത്തി മാത്രമേ നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവിക പ്രവൃത്തി മാത്രമേ നടക്കത്തുള്ളൂ. എത്ര പേർക്ക് ശക്തമായി, എത്ര പേർക്ക് ഹല്ലേലൂയ പറയുവാൻ കഴിയും? എന്നിൽ എന്റെ ദൈവം നൽകിയിരിക്കുന്ന ആ വാഗ്ദത്തം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. അതിനായി എന്നെ സമർപ്പിക്കുന്നു. ഒന്ന് സമർപ്പിച്ചാട്ട് ദൈവജനമേ, ഇരിക്കുന്ന ഇടത്ത് കർത്താവേ, അങ്ങ് കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആ ദൈവിക നിർണയം എന്താണ്, அதை ഞാൻ പ്രാപിച്ചെടുത്തേ മതിയാകുള്ളൂ. എന്നോട് കർത്താവ് ഇടപെടണമേ. എന്റെ ദൈവം എന്നോട് സംസാരിക്കണമേ. എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ കുടുംബത്തോട്, എന്റെ ഭർത്താവിനോട്, എന്റെ ഭാര്യയോട് അല്ലെങ്കിൽ ദൈവം ഇടപെടണമേ എന്ന് ഇരിക്കുന്ന ഇടത്ത് ദൈവജനം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ആ വാഗ്ദത്വം അഥവാ ആ ദൈവിക നിർണയം, അതേ പ്രിയരെ, നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും.
ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഏത് കരമായിരുന്നാലും ആ കരത്തെ ഹല്ലേലൂയ ഉടയ്ക്കുന്ന ഒരു കരം വെളിപ്പെടാൻ പോകുക. എത്ര പേർ പ്രാർത്ഥനയിൽ ശക്തിപ്പെടും? എത്ര പേർക്ക് സമർപ്പണമുണ്ട്? ദൈവിക പദ്ധതിക്കെതിരെ, ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ, ദൈവിക ആലോചനകൾക്കെതിരെ വിരോധമായി നിൽക്കുന്ന എല്ലാ നിർണയങ്ങളെയും മാറ്റി ദൈവം എന്ത് ചെയ്യാൻ പോകുകയാണെന്നറിയാമോ? ദൈവിക നിർണയം നിവർത്തിക്കാൻ പോകുക. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയോടുകൂടെ സമർപ്പണത്തോടുകൂടെ വചനത്തെ ഏറ്റെടുത്താട്ടെ. ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം ഒരു കാര്യം നിർണയിച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. അതിനെ ദുർബലപ്പെടുത്തുവാൻ പ്രൈസ് ലോർഡ് ആർക്കും കഴിയുകയില്ല. അതിനെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. നിനക്ക് വേണ്ടി ഒരത്ഭുതം ഭുജം നീട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസത്തോടെ ദൈവജനം ആമേൻ പറഞ്ഞാട്ടെ. അത് ഹല്ലേലൂയ മടക്കാൻ ആർക്കും കഴിയുകയില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞേ, ആമേൻ, നാളുകളായി നീ ചില വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുകയാ. വെളി ആരോടും പറയുവാൻ കഴിയാതെ, ഉറങ്ങുവാൻ കിടന്നാൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കുന്ന ചില രാത്രിയുടെ ദിനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ നിന്റെ ജീവിതത്തിലെ പ്രശ്നം? ദൈവിക നിർണയത്തെ കുറിച്ച് നീ തിരിച്ചറിവില്ലാതെ ഒരു വ്യക്തിയായി ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? അത് നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുക. വിശ്വാസത്തോടെ ധൈര്യത്തോടുകൂടെ പറ, എന്റെ ദൈവം നിർണയിച്ചത് അത് നടക്കാൻ പോകുക. എന്റെ മേൽ കർത്താവ് അത് നടത്താൻ പോകുക. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ട് ദൈവജനമേ. ഹല്ലേലൂയ. നിങ്ങളോട് ഒറ്റ ഒരു കാര്യം കൂടെ, ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പ്രകൃതി അനുകൂലമല്ല. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് നമുക്ക് അധികമായി മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഒരുപക്ഷെ വീഡിയോ കട്ടായി പോകാനും സാധ്യതയുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. നമുക്കറിയാം മുടിയൻ പുത്രന്റെ കഥ, ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്റെ പ്രിയരെ, ഞാൻ മുടിയൻ പുത്രനായിരിക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ വചനം ഇങ്ങനെ പറയും. നമുക്ക് വചനത്തിലൂടെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പന്നിക്കൂട്ടത്തിൽ ഇരുത്തി ആയുസ് കഴിക്കാനല്ല, കഴിക്കാനാണ് പിശാചിന്റെ പദ്ധതി. ഇവനെ എങ്ങനെയെങ്കിലും പന്നിക്കൂട്ടത്തിന് നടുവിൽ കൊണ്ടുപോയി തള്ളി അവൻ അവിടെ തന്നെ അവസാനിക്കണം, അവിടെ തന്നെ അവൻ തീർന്നു എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കാനാ പിശാച് കൊതിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ ഹല്ലേലൂയ, ഈ വ്യക്തിക്ക് സുബോധം വന്നു എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനെ അവന്റെ അപ്പന്റെ വീട്ടിൽ കൂട്ടി വരുത്തി എന്ന് വചനം വ്യക്തമാക്കുന്നു. ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അവൻ ഹല്ലേലൂയ ദൈവ പൈതലേ, ആ വ്യക്തി, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. ആ വ്യക്തി, ആ മുടിയനായ പുത്രൻ, അവൻ അപ്പനോട് ഓഹരി അഥവാ വീതം ചോദിക്കുമ്പോൾ എന്റെ പ്രിയരെ, അവന് സുബോധം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. വിറ്റ് അവനെ കാശാക്കുമ്പോൾ അവന് സുബോധം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്നാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, അവൻ അപ്പോഴൊക്കെ അവൻ സുബോധമുള്ളവനാ. എന്നാൽ പന്നിക്കൂട്ടത്തിൽ പോയത് സുബോധത്തിൽ അല്ല. ഇന്ന് പകൽക്കാലം ചിന്തിച്ചു കൊള്ളണം. അവൻ പന്നിക്കൂട്ടത്തിന് നടുവിലേക്ക് പോയത് സുബോധത്തോടെ അല്ല. കാരണം വചനം വ്യക്തമാക്കുന്നു, പന്നിക്കൂട്ടത്തിൽ വെച്ച് അവന് സുബോധം വന്നു എന്ന വചനം പറയുന്നത്. പന്നിക്കൂട്ടത്തിന് നടുവിൽ അവൻ ചെന്നപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ അവന്റെ അപ്പനെ കുറിച്ച് ചിന്തിച്ചു. അപ്പൻ എത്ര രാജകീയമായിട്ടാണ് കഴിയുന്നത്, ഞാനിവിടെ പന്നിക്കൂട്ടത്തിന് നടുവിൽ കിടക്കുകയോ, ഒരു നേരത്തെ ആഹാരം പോലും എനിക്കില്ലല്ലോ എന്നോർത്ത് അവൻ ദുഃഖിച്ച് ഭാരപ്പെടുന്ന ഒരവസ്ഥ. അവിടെ വന്നപ്പോൾ അവന് ബോധം വന്നു, അവന് സുബോധം വന്നു എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, അവിടെ വെച്ച് അവൻ ഉറച്ച തീരുമാനമെടുത്തു. എന്റെ അപ്പന്റെ അരികിലേക്ക് ഞാൻ പോകും. ഞാൻ എന്തിനാ ഇവിടെ കിടക്കുന്നത്? എന്റെ അപ്പനോട് പോയി പറയും, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തപ്പാ, ഇനി അപ്പന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ എന്ന ഞാൻ തീർച്ചയായും എന്റെ അപ്പന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും എന്ന് ഓർത്ത് അവൻ ഹല്ലേലൂയ അവൻ തീരുമാനിച്ചു. അവൻ ഉറച്ചു. അവൻ മടങ്ങി വരുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, തിരിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മകൻ നഷ്ടപ്പെട്ട അപ്പൻ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് ഉറങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നല്ലൊരു ആഹാരം ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലുമില്ല.
ആമേൻ, ഹല്ലേലൂയ. അപ്പൻ ഓരോ ദിവസവും ആ കിളിവാതിലിൽ നിന്നുകൊണ്ട് ആ ഗേറ്റിന്റെ അവിടേക്ക് നോക്കും. ഓരോരുത്തരായി കടന്നു പോകുമ്പോഴൊക്കെ എൻ്റെ നഷ്ടപ്പെട്ട മകനാണോ തിരികെ വരുന്നത്? എൻ്റെ മകനെ പോലെ ഇരിക്കുന്നല്ലോ, അതെൻ്റെ മകനായിരിക്കുമോ എന്നോർത്ത് ഓരോരുത്തരെയും കുറിച്ച് അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ ഇതാ അപ്പന്റെ മകൻ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ മകൻ കടന്നു വരുന്നു. അപ്പന് മനസ്സിലായി എൻ്റെ മകനാണ്, ആ ഓടി വരുന്നത് എൻ്റെ മകനാണെന്ന് വിചാരിച്ച അപ്പൻ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം ഓടി വന്നു, മകനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു എന്ന വചനം വ്യക്തമാക്കുന്നു. പ്രിയ ദൈവ പൈതലേ, മകൻ അപ്പനോട് പറഞ്ഞപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു അപ്പാ, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഈ മകൻ വിചാരിച്ചത് അപ്പന്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ കൂടെ അപ്പൻ അംഗീകരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, അപ്പനുടൻ തന്നെ തൊഴുത്തിൽ ചെന്ന് നല്ല കൊഴുത്ത് തടിച്ച ഒരു കാളക്കുട്ടി എടുത്ത് അതേ വിരുന്ന് റെഡിയാക്കുവാൻ അപ്പൻ കൽപ്പിക്കുക. മകന്റെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുന്നു. ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, കാലിൽ ചെരുപ്പണിക്കുന്ന ഒരു സാഹചര്യം കാണുവാൻ കഴിയുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നഷ്ടപ്പെട്ടു പോയ മകൻ മനം മാറി, അഥവാ മനസ്സ് മാറി സുബോധം വന്ന് അപ്പന്റെ അരികിലേക്ക് കടന്നു വന്ന് ചെയ്തുപോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അപ്പനോട് സംസാരിക്കുമ്പോൾ അപ്പൻ ചെയ്തത് എന്താ? പ്രിയരെ, ഇവൻ എന്റെ എല്ലാം നശിപ്പിച്ച മകനാ, എന്നെ മുടിപ്പിച്ച മകനാ, എന്റെ എല്ലാം നഷ്ടപ്പെടുത്തിയ മകനാ എന്ന് ചിന്തിച്ചില്ല. അപ്പനുടൻ തന്നെ അപ്പൻ വലിയൊരു വിരുന്ന് അവിടെ ക്രമീകരിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പന്റെ അവകാശമുള്ള ഒരു മകനായി മോതിരത്തെ ആ മകന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ലോകത്തിന്റെ സിദ്ധിംബങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയായി ജീവിക്കുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അപ്പന്റെ അരികിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ, മകനേ മകളെ എന്ന് വിളിക്കുന്ന, ഹല്ലേലൂയ, നമുക്ക് അവകാശം നൽകി തരുന്ന ഒരപ്പൻ നമുക്ക് ജീവിച്ചിരിപ്പുണ്ട്. ആ അപ്പന്റെ അരികിലേക്കാണ് നിങ്ങൾ ഞാനും കടന്നു വരേണ്ടത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പിശാചാണവൻ ആ മകനെ കുറിച്ച്, ഹല്ലേലൂയ, അവൻ പന്നിക്കുട്ടത്തിനിടയിൽ അവൻ മരണപ്പെടട്ടെ, അവൻ ചത്തൊഴിയട്ടെ, അവൻ അവിടെ കൊണ്ട് അവസാനിക്കട്ടെ എന്ന് പിശാച് വിധി എഴുതുമ്പോൾ, നിർണയിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവിക നിർണയം അതല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ അവകാശമുള്ള മകനായി അവനെ മടക്കി കൊണ്ടുവരിക എന്നതായിരുന്നു. ഹല്ലേലൂയ. ദൈവവചനം ഇരിക്കുന്ന ഇടത്ത് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവിക നിർണയം എന്തായിരുന്നു? അവന് സുബോധം വന്നു. പ്രൈസ് ദി ലോർഡ്. അവന് സുബോധം വന്നു. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. ആകയാൽ ഇന്ന് ഹല്ലേലൂയ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നാം ജീവിച്ചത്, നമ്മുടെ ജീവിത കഴിഞ്ഞ നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുൻപിലുണ്ടാകാം. അനേക കാര്യങ്ങൾ സ്ക്രീനിൽ നമുക്ക് വന്നു എന്ന് വരാം. ഒരു പക്ഷേ വാക്കില്, നോട്ടത്തില്, ചിന്തയില്, പ്രവൃത്തിയില് ഉണ്ടായിട്ടുള്ള ചില കുറവുകൾ, കുറ്റങ്ങൾ നമുക്ക് ഉണ്ടായി എന്ന് വരാം. ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ദൈവ പൈതലെ വചനത്തിന് മുൻപിൽ ഒന്ന് താഴ്ത്തി കൊടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ആ മുടിയനായ പുത്രൻ അപ്പന്റെ അരികിലേക്ക് കടന്നു വന്നതുപോലെ ഞങ്ങൾ മടങ്ങി വരുന്നു അപ്പ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന എത്ര പേർക്ക് സമർപ്പണമുണ്ട്? ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളോട് ഇടപെടുന്ന ഒരു പകലായി മാറട്ടെ. ദൈവിക നിർണയം, ദൈവിക നിശ്ചയം, ദൈവത്തിന്റെ പദ്ധതി, അഥവാ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ നിങ്ങൾക്ക് അത് പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഞങ്ങൾ കേട്ടതായ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തില് ഒരു വലിയ നന്മയും അനുഗ്രഹവുമായി തീരട്ടെ അപ്പ. സ്വർഗീയ നിർണയം ഞങ്ങളിൽ വെളിപ്പെടണം അപ്പച്ച. കർത്താവെ, കഴിഞ്ഞ നാളുകളേക്കാൾ അധികമായി ദൈവത്തിന് വേണ്ടി ഏറ്റവും അധികം ശോഭിക്കുന്നവരായി, പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ഇന്നത്തെ വചനം അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. കേട്ട എല്ലാവർക്കും അനുഗ്രഹം നന്മയുമായി തീരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കും. അവിടെ രക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രയിട്ടാട്ടെ. അടിയനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ, അതിനായി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്കായി, കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. കൃപയാൽ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രിയമുള്ള ദൈവമക്കളെ, എനിക്കിങ്ങനെ നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ലാസ്റ്റിൽ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു നെറ്റിൻ്റെ ഇഷ്യൂ വന്നതല്ലേ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കേട്ട് കാണുമെന്ന് തോന്നുന്നില്ല. ഞാൻ കണ്ണടച്ചത് കൊണ്ട് എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുഴപ്പമില്ല, എങ്കിലും ഇത്രയും ഫിനിഷ് ചെയ്യാൻ ദൈവം ഇടയാക്കിയല്ലോ. പ്രകൃതിയെ ദൈവം അനുഗ്രഹിച്ചു തന്നു. എൻ്റെ ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകളെ കർത്താവ് മാറ്റി തന്നു. ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ റോസ് ഫാമിലിയുടെ അഡ്മിന്മാർ, എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. അതോടൊപ്പം എനിക്ക് ഇങ്ങനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവസരമൊരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോട് കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഷോർട്ട് മെസ്സേജസ്, ആശ്വാസപ്രദമായ ഷോർട്ട് മെസ്സേജസ് ആവശ്യമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്നോ റോസ്ലിൻ സുരേഷ് എന്നോ 2 യൂട്യൂബ് ചാനലുകളുണ്ട്. നിങ്ങൾക്ക് മെസ്സേജുകൾ കേൾക്കാവുന്നതാണ്. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അടുത്ത ആഴ്ചയിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് അറിയിക്കും. എങ്കിലും കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ എൻ്റെ പ്രിയരെ അടുത്ത ആഴ്ചയിലും മെസ്സേജ് ഉണ്ടായിരിക്കും എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. അത് രാത്രി 9 മണിയായിരിക്കാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയോട് കൂടി നിങ്ങളായിരിക്കുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. വരവിൽ പ്രത്യാശയുള്ളവരായി തീരേണ്ടതിന് എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കുക. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.